പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്ന അന്വേഷണത്തിന് ഒരുപാട് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിച്ച് ബഹിരാകാശത്ത് സ്ഥാപിച്ചിരിക്കുന്ന എഞ്ചിനീയറിംഗിൻ്റെ അത്ഭുതമായ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് കഴിഞ്ഞ ദിവസം ഈ വലിയ അന്വേഷണത്തിൻ്റെ ഉത്തരം കണ്ടെത്തി. ബഹിരാകാശ പര്യവേഷണ ചരിത്രത്തിലെ നിർണായകമായ കണ്ടെത്തൽ. ഭൂമിയെ കൂടാതെ മറ്റൊരു ബഹിരാകാശഗോളത്തിൽ ജീവൻ നിലനിൽക്കുന്നതിൻ്റെ വളരെ ശക്തമായ തെളിവുകൾ. വസന്തകാലത്ത് നമ്മുടെ ആകാശത്തിൻ്റെ വടക്കൻ അർദ്ധഗോളത്തിലും ശരത്കാലത്ത് ദക്ഷിണ അർദ്ധഗോളത്തിലും കാണുവാൻ സാധിക്കുന്ന ലിയോ നക്ഷത്ര സമൂഹത്തിൽ ഭൂമിയിൽ നിന്നും 124 പ്രകാശവർഷങ്ങൾ അകലെ, അതായത് നമ്മിൽ നിന്നും 1172 ലക്ഷം കോടി കിലോമീറ്ററുകൾ അകലെയാണ് ജീവനുള്ള പുതിയ ഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജീവൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ ഈ പുതിയ ഭൂമിയിലെ കാഴ്ചകളാണ്. വിശാലമായ ഈ പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും ജീവനുണ്ടോ എന്ന ചോദ്യത്തിനും അതിനുവേണ്ടി നടത്തിയ അന്വേഷണങ്ങൾക്കും മനുഷ്യരാശിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. ഈ അന്വേഷണങ്ങളിൽ നാളിതുവരെ നമ്മൾ 5876 ഗ്രഹങ്ങളെയും 4367 ഗ്രഹവ്യവസ്ഥകളെയും കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ ചുട്ടുപഴുത്ത് കിടക്കുന്ന ഗ്രഹങ്ങളും തണുത്തുറഞ്ഞ ഗ്രഹങ്ങളും ഉപരിതലമില്ലാതെ വാതകം നിറഞ്ഞു കിടക്കുന്ന ഗ്രഹങ്ങളും ഭൂമിയെപ്പോലെ തന്നെ ഉപരിതലമുള്ള ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങളുമുണ്ട്. ഒരന്യഗ്രഹത്തെ ഭൂമിക്ക് സമാനമായ ഗ്രഹമാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കും എന്നതിനെക്കുറിച്ച് ഇതിനു മുൻപ് പല വീഡിയോകളിലും സംസാരിച്ചിട്ടുണ്ട്. ഭൂമിക്ക് സമാനമായ ഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോൺ അഥവാ വാസയോഗ്യമായ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പാറക്കെട്ടുകൾ നിറഞ്ഞ റോക്കി പ്ലാനറ്റാണ്. നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളിൽ ജലത്തിന് ദ്രാവക രൂപത്തിൽ നിലനിൽക്കുവാൻ സാധിക്കും. അത്തരം ഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. പക്ഷേ നാളിതുവരെ നമ്മൾ കണ്ടെത്തിയ അന്യഗ്രഹങ്ങളിൽ ഒന്നിൽ പോലും ജീവനുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൾ കണ്ടെത്തുവാൻ നമുക്ക് സാധിച്ചിട്ടേയില്ല. ഈ കഴിഞ്ഞ ദിവസം നേരത്തെ കണ്ടെത്തിയിരുന്ന ഒരു അന്യഗ്രഹത്തിൽ അന്യഗ്രഹ ജീവികൾ ഉള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൾ നമുക്ക് ലഭിച്ചു. 2015 കെപ്ലർ സ്പേസ് ടെലസ്കോപ്പ് ഭൂമിയിൽ നിന്നും ഏകദേശം 124 പ്രകാശവർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു പുതിയ ഗ്രഹത്തെ കണ്ടെത്തി. K2-18b എന്നാണ് ആ ഗ്രഹത്തിന് നൽകിയിരിക്കുന്ന പേര്. ഇത് ജീവൻ നിലനിൽക്കുവാൻ സാധ്യതയുള്ള ഗ്രഹമാണ് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ടെത്തിയ നാളു മുതൽ ശാസ്ത്രലോകം ഇതിനെക്കുറിച്ച് നിരന്തരം നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഗ്രഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പാണ്. ഇതിലൂടെ പല പുതിയ കണ്ടെത്തലുകളും നടത്തുവാൻ സാധിച്ചു. ഭൂമിയിലെ ജീവൻ്റെ പ്രധാന ഘടകമായ മീഥൈനെ കണ്ടെത്തി. കൂടാതെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യവും സമുദ്രത്തിലെ ജീവജാലങ്ങൾ കാരണം ഭൂമിയിലുണ്ടാകുന്ന ഡൈമീഥൈൻ സൾഫൈഡിനെയും കണ്ടെത്തി. ഈ ഗ്രഹത്തിൻ്റെ എർത്ത് സിമുലാരിറ്റി ഇൻഡെക്സ് അഥവാ ESI വാല്യൂ കണക്കാക്കുന്നത് 0.73 എന്നാണ്. അതായത് K2-18b എന്ന ഗ്രഹം ഭൂമിയുമായി 73% സാമ്യമുണ്ട്. ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ നിന്നും 124 പ്രകാശവർഷങ്ങൾക്ക് അകലെയുള്ള K2-18 എന്ന റെഡ് ഡ്വാർഫ് അഥവാ ചുവന്ന കുള്ളൻ നക്ഷത്രത്തിൻ്റെ സമീപത്താണ്. മറ്റ് നക്ഷത്രങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വലിപ്പവും പ്രകാശ തീവ്രതയും താപനിലയുമെല്ലാം വളരെയേറെ കുറഞ്ഞ നക്ഷത്രങ്ങളാണ് റെഡ് ഡ്വാർഫുകൾ. നമ്മുടെ നക്ഷത്രമായ സൂര്യനുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ K2-18 സൂര്യൻ്റെ പകുതി വലിപ്പവും മാസവും മാത്രമേ ഉള്ളൂ. ശരാശരി താപനില 3000 ഡിഗ്രി സെൽഷ്യസ് ആണ്. 40,000 കോടി നക്ഷത്രങ്ങളുള്ള നമ്മുടെ ഗാലക്സിയിൽ കൂടുതലുമുള്ളത് ഇതുപോലുള്ള ചെറിയ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങൾ തന്നെയാണ്. ഈ നക്ഷത്രത്തിൻ്റെ ചുറ്റിലുമായി 2 ഗ്രഹങ്ങൾ നക്ഷത്രത്തെ വലം വയ്ക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തി. K2-18b എന്നും K2-18c എന്നും പേര് നൽകിയിരിക്കുന്ന ഗ്രഹങ്ങൾ. നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോണിലാണ് K2-18b സ്ഥിതി ചെയ്യുന്നത്. അതായത് ഭൂമിയിൽ ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കുന്നത് പോലെ തന്നെ ഈ ഗ്രഹത്തിലും ജലത്തിന് ദ്രാവക രൂപത്തിൽ നിലനിൽക്കുവാൻ സാധിക്കും. റെഡ് ഡ്വാർഫുകളുടെ താപനില വളരെ കുറവായതുകൊണ്ട് തന്നെ അതിനു ചുറ്റിലുമുള്ള ഹാബിറ്റബിൾ സോൺ നക്ഷത്രത്തിൻ്റെ തൊട്ട് സമീപത്തായിരിക്കും. K2-18b എന്ന ഗ്രഹം നക്ഷത്രത്തിൽ നിന്നും വെറും
.14 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലത്തിലൂടെയാണ് നക്ഷത്രത്തെ വലം വയ്ക്കുന്നത്. അതായത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിൻ്റെ 1/10 ദൂരം. എന്നാൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന മറ്റ് റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അവയെക്കാളുമെല്ലാം അകലത്തിലൂടെയാണ് K2-18b നക്ഷത്രത്തെ വലം വയ്ക്കുന്നത്. ഇതിന് ഒരു തവണ നക്ഷത്രത്തെ വലം വെച്ച് തീർക്കുവാൻ ഏകദേശം 33 ഭൗമ ദിനങ്ങളാണ് വേണ്ടിവരിക. അതായത് K2-18b എന്ന ഗ്രഹത്തിൻ്റെ ഒരു വർഷം 33 ദിനങ്ങൾ മാത്രമാണ്. വലിപ്പം വെച്ച് നോക്കുമ്പോൾ K2-18b എന്ന ഗ്രഹവും നമ്മുടെ ഭൂമിയേക്കാൾ ഒരുപാട് വലിപ്പം കൂടിയ ഒരു സൂപ്പർ എർത്ത് ഗ്രഹമാണ്. അതായത് ഭൂമിയുടെ 9 മടങ്ങിലും കൂടുതൽ മാസും 3 മടങ്ങ് വലിപ്പവുമുള്ള ഗ്രഹം. ഗ്രഹത്തെ കണ്ടെത്തിയ അന്ന് മുതൽ നടത്തിയ നിരീക്ഷണങ്ങളുടെ ഫലമായി 2019 ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് നടത്തിയ പഠനങ്ങളിൽ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തി. അതായത് സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിൽ ഉള്ളതിനേക്കാളും കൂടുതൽ ജലം. പിന്നീട് നടത്തിയ നിരീക്ഷണങ്ങളിൽ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ കൂടിയ അളവിൽ ഹൈഡ്രജൻ ഉണ്ട് എന്നും കണ്ടെത്തി. ഈ ഗ്രഹത്തിന് ഹൈഡ്രജനാൽ നിർമ്മിതമായ കട്ടിയേറിയ അന്തരീക്ഷമാണുള്ളത്. ഭൂമിയേക്കാളും 9 മടങ്ങ് മാസുള്ള K2-18b എന്ന ഈ ഗ്രഹത്തിൻ്റെ മുഴുവൻ മാസിൻ്റെ 6% ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ മാത്രം മാസാണ്. ഈ ഗ്രഹത്തിൻ്റെ പ്രത്യേകതകളെല്ലാം വെച്ച് ശാസ്ത്രജ്ഞന്മാർ K2-18b എന്ന ഗ്രഹത്തിനെ ഭൂമി പോലുള്ള ടെറസ്ട്രിയൽ പ്ലാനറ്റുകൾക്കും വ്യാഴത്തെ പോലുള്ള ഗ്യാസ് ജെയിൻറ്റ് പ്ലാനറ്റുകൾക്കും ഇടയിലുള്ള മറ്റൊരു വിഭാഗം ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. അത്തരം പ്ലാനറ്റുകളെ ഹൈഷ്യൻ പ്ലാനറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. അതായത് K2-18b എന്ന ഗ്രഹം ഒരു ഹൈഷ്യൻ പ്ലാനറ്റാണ്. ഇത്തരം ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിൽ ധാരാളമായി ഹൈഡ്രജൻ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ ധാരാളമായി ജലം നിറഞ്ഞു കിടക്കുന്ന സമുദ്രങ്ങളുമുണ്ട്. എന്നാൽ ഈ ഗ്രഹത്തിൽ നിലനിൽക്കുന്ന ജലം സൂപ്പർ ക്രിട്ടിക്കൽ സ്റ്റേറ്റിലായിരിക്കും നിലനിൽക്കുക. അതായത് ഉയർന്ന സമ്മർദ്ദവും താപനിലയും മൂലം ജലം നീരാവി പോലെയായിരിക്കും. ഈ കഴിഞ്ഞ വർഷം ആസ്ട്രോഫിസിക്കൽ ജേണൽ ലെറ്റേഴ്സിൽ ഈ ഗ്രഹവുമായി സംബന്ധിച്ച് ഒരു പ്രബന്ധം പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് മാസങ്ങൾക്ക് മുമ്പ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് K2-18b എന്ന ഗ്രഹത്തിൽ നിന്നും ചിത്രീകരിച്ച സ്പെക്ട്രോസ്കോപ്പിക് ഡേറ്റകളെ അടിസ്ഥാനപ്പെടുത്തി ഇറക്കിയ പ്രബന്ധം. ഈ കഴിഞ്ഞ നാളുകളിൽ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം ഉറപ്പാക്കുന്ന തരത്തിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ധാരാളം കണ്ടെത്തലുകൾ നടത്തിയിരുന്നു. ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിൻ്റെ പ്രധാന ഘടകങ്ങളായ മീഥേൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വലിയ തോതിലുള്ള അളവ് കണ്ടെത്തി. ഹരിതഗ്രഹ വാതകങ്ങൾ എന്നാണ് ഇവയെ നമ്മൾ വിളിക്കുന്നത്. അതായത് ഭൂമിയിൽ ജീവജാലങ്ങളെ നിലനിർത്തുന്നതിനാവശ്യമായ സൂര്യൻ്റെ ഊർജത്തെ ഭൂമിയിൽ തങ്ങി നിർത്തുന്ന വാതകങ്ങളാണ് ഇവ. ഇതേ ഹരിതഗ്രഹ വാതകങ്ങൾ തന്നെയാണ് വലിയ തോതിൽ K2-18b എന്ന ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിലും കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ജീവനില്ലാത്ത സൗരയൂഥത്തിലെ പല ഗ്രഹങ്ങളിലും ഇതേ വാതകമുണ്ട്. എന്നാൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് മറ്റൊരു വാതകത്തിൻ്റെ കണ്ടെത്തലാണ്, ഡൈമീഥേൻ സൾഫൈഡ്. ഭൂമിയിലെ ഫ്ലൈറ്റോപ്ലാന്റൻ പോലുള്ള അതിസൂക്ഷ്മ സമുദ്രജീവികളുടെ പ്രവർത്തനം മൂലം മാത്രമാണ് സൾഫർ ഡൈമീഥേൻ സൾഫൈഡായി മാറുന്നത്. അതുകൊണ്ട് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് നടത്തിയ ഈ വലിയ കണ്ടുപിടുത്തമാണ് K2-18b എന്ന ഈ അന്യഗ്രഹത്തിനുള്ളിൽ ജീവജാലങ്ങൾ ഉള്ളതിൻ്റെ എല്ലാ സാധ്യതകളും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നാളിതുവരെ നമ്മൾ നടത്തിയ ഒരു കണ്ടുപിടുത്തത്തിലും നിരീക്ഷണങ്ങളിലും ജീവൻ്റെ ഇത്ര വലിയ സാധ്യതകൾ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടേയില്ല. സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയിലേതുപോലെ തന്നെ ജീവൻ നിലനിൽക്കുന്നുണ്ടോ എന്ന നമ്മുടെ അന്വേഷണങ്ങൾക്കിടയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടെത്തി മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇവയെല്ലാം. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അന്യഗ്രഹ ജീവനുമായി ബന്ധപ്പെട്ട് ഇന്നേ വരെ കണ്ടെത്തിയതിൽ ഏറ്റവും ശക്തമായ തെളിവുകൾ കണ്ടെത്തിയിരിക്കുകയാണ് ഗവേഷകർ. K2-18b എന്ന ഈ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുന്ന ക്രൈംബ്രിഡ്ജ് സർവകലാശാലയിലെ ഇന്ത്യൻ വംശജനായ നിക്കു മധുസൂദനൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഭൂമിയിലെ ജീവനിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തന്മാത്രകളുടെ ലക്ഷണങ്ങൾ കണ്ടെത്തിയത്. ഇത് 2ാം തവണയാണ് ജെയിംസ് വെബ് ദൂരദർശിനിയുടെ സഹായത്തോടെ ഈ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും ജീവനുമായി ബന്ധപ്പെട്ട രാസവസ്തുക്കളെ കണ്ടെത്തുന്നത്. K2-18bയിൽ ജീവൻ നിലനിൽക്കുവാൻ സാധ്യതയുള്ളതിൻ്റെ ഏറ്റവും ശക്തമായ തെളിവുകളാണ് ഇത് എന്ന് നിക്കു മധുസൂദനൻ BBC പറഞ്ഞു. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിൽ ഘടിപ്പിച്ചിരിക്കുന്ന
നിയർ ഇൻഫ്രാറെഡ് ഇമേജർ അടക്കമുള്ള 3 സുപ്രധാന ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഗ്രഹത്തിൻ്റെ അന്തരീക്ഷം വിശകലനം നടത്തിയത്. ഈ ഗ്രഹം വലം വെച്ചുകൊണ്ടിരിക്കുന്ന ചുവന്ന കുള്ളൻ സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ സഹായത്തോടെ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിലെ രാസസംയുക്തങ്ങൾ വിശകലനം ചെയ്തു. ഈ വിശകലനത്തിൽ നിന്നുമാണ് ഡൈമീഥൈൻ സൾഫൈഡ് എന്ന DMS, ഡൈമീഥൈൻ ഡൈസൾഫൈഡ് എന്ന DMDS എന്നീ സവിശേഷകരമായ 2 വാതകങ്ങളെ കണ്ടെത്തിയത്. സവിശേഷകരമായ വാതകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഭൂമിയിൽ മറൈൻ ഫ്ലൈറ്റോപ്ലാങ്ടണും ബാക്ടീരിയകളുമാണ് ഈ വാതകം ഉൽപ്പാദിപ്പിക്കുന്നത്. ഭൂമിയിലേതിനേക്കാൾ വളരെ കൂടിയ അളവിൽ K2-18b എന്ന ഗ്രഹത്തിൽ ഈ വാതകങ്ങളുടെ സാന്നിധ്യമുണ്ട് എന്ന് നിക്കു മധുസൂദനൻ കണ്ടെത്തി. അതുകൊണ്ട് തന്നെ ഗ്രഹത്തിൽ നിറയെ ജീവജാലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യൻ ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞനാണ് ഡോക്ടർ നിക്കു മധുസൂദനൻ. കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോണമിയിൽ ജ്യോതിശാസ്ത്ര എക്സോ പ്ലാനറ്ററിംഗ് സർവീസ് പ്രൊഫസറാണ് അദ്ദേഹം. K2-18b എന്ന ഈ പുതിയ ഭൂമിയെക്കുറിച്ച് ഇനിയും വിശദമായി പഠനങ്ങൾ നടത്തും. ജീവൻ്റെ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകൾ കൂടുതൽ പഠന വിധേയമാക്കും. അങ്ങനെ അധികം താമസിയാതെ തന്നെ ഈ ഗ്രഹത്തിനുള്ളിലുള്ള ജീവജാലങ്ങളെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കട്ടെ. ഈ വിശാലമായ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്ന ചോദ്യത്തിന് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ മാത്രമല്ല എന്ന ഉത്തരത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് K2-18b എന്ന ഈ ഗ്രഹത്തിൽ കണ്ടെത്തിയ ജീവൻ്റെ തെളിവുകൾ. ജീവനുള്ള ഈ പുതിയ ഭൂമിയെക്കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.